സർവേശ്വരൻ എന്നൊരാള് ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലിരിക്കുന്നുണ്ടെന്ന കാര്യം ഇനിയെങ്കിലും എന്റെ മോളൊന്ന് ഓർത്താ നന്ന്. അല്ല, എന്തായിരുന്നു നീ ഇതിനു മുമ്പ് എന്നെ കണ്ടപ്പോ പറഞ്ഞത്? താലി കെട്ടിയവനിൽ അവകാശമുണ്ട്, ഒരു കോടതിക്കും അത് കണ്ടില്ലാന്ന് നടിക്കാനാവില്ല, നിയമപരമായി ഭാര്യയും ഭർത്താവുമാണ്. എല്ലാം ശരി തന്നെ. എന്ത് നിയമങ്ങൾ പറഞ്ഞാലും മനസ്സുകൊണ്ടൊരു പൊരുത്തമില്ലെങ്കിൽ ആ ബന്ധത്തിന് എന്ത് പ്രസക്തിയുണ്ടടി? താലി കെട്ടിയ ഭർത്താവിന്റെ കഴുത്തില് നിയമത്തിന്റെ കുരുക്കണിയിക്കാൻ നോക്കിയ നിന്നിലെ ഭാര്യയെ ഞാൻ നമിക്കുന്നു. ഈ രീതിയിലും ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ. തടഞ്ഞു നിർത്തി ആക്ഷേപിക്കാനായിട്ട് ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുവാണല്ലേ? എന്നാ പിന്നെ എനിക്ക് എന്റെ വഴി നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിക്ക്. നിന്റെ വഴി എന്താണെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. നിങ്ങളെപ്പോലുള്ളവരുടെ ആയുധം മൊബൈലാണല്ലോ. പിന്നെ അത് ഉപയോഗിക്കാനുള്ള സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമും. പക്ഷെ ആ കൺകെട്ട് പരിപാടിയൊക്കെ ജനം മടുത്തു മോളെ. നിന്റെയൊക്കെ പേക്കൂത്തിന് ലൈക്കും കമന്റും അടിച്ച് നിന്റെയൊക്കെ വിഴുപ്പ് ചുമക്കുന്ന പരിപാടി മൊത്തത്തിൽ ആളുകൾ അങ്ങ് വെറുത്തു. ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി, ലൈക്കിനും ഷെയറിനും വേണ്ടി വീട്ടിലുള്ള അച്ഛനെയും അമ്മയും, എന്തിന് സുഖമില്ലാത്ത മുത്തശ്ശനെയും മുത്തശ്ശിയും വരെ പട്ടിണിക്കിട്ട് ദ്രോഹിക്കുന്ന വീഡിയോ വരെ നീയൊക്കെ ചെയ്തു തുടങ്ങിയപ്പോ ജനം നിന്നെയൊക്കെ വെറുത്തു. ഇനി വരാൻ പോകുന്നത് നിന്നെ പോലുള്ളവരെയൊക്കെ ജനം കല്ലെറിയുന്നൊരു ദിവസമാ. ഇങ്ങനെയാണ് നിന്റെയൊക്കെ പോക്കെങ്കിൽ അതിനി ഒരുപാട് താമസമൊന്നും വേണ്ടി വരില്ല. സ്ത്രീയെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ നാടിന് നിന്നെയൊക്കെ പോലുള്ള പുത്തനച്ചിമാരെ കുറ്റിച്ചൂലുകൊണ്ട് അടിച്ചോടിച്ചിവിടെ ചാണകവെള്ളം തളിക്കും ഇനി വരുന്ന തലമുറ. ഇനിയെങ്കിലും ഒന്ന് നന്നാവാ നോക്ക്. ഇല്ലെങ്കിൽ ജന്മം തന്ന തന്തയ്ക്കും തള്ളയ്ക്കും തീരാ ശാപമായി മാറും നിന്റെ ഈ ജന്മം. കളക്ടർ അത് പറയും. ശിവന് നൊന്താൽ കളക്ടർക്ക് നൊന്തതുപോലെയാണല്ലോ. ഞാൻ കാണിക്കുന്നതേ കുറ്റമുള്ളൂ. ഭർത്താവ് ഒരുത്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നാളിത്രയായി. അവൻ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാനോ അവൻ എന്തു പറ്റിന്ന് തിരക്കാനോ അല്ലല്ലോ താല്പര്യം. ശിവൻ എന്തു പറ്റിന്ന് അറിയണം. അതിനാണ് വേവലാതി. ഉത്കണ്ഠയെ അതിന് തന്നെയാ. ശിവനെ എന്റെ ഭർത്താവാ. ഞാൻ ചിലപ്പോ അവനെ പ്രതിയാക്കിന്ന് വരും. ചിലപ്പോ അവനെ കഴുത്ത് ഞെരിച്ച് കൊന്നു ഇരിക്കും. നമ്മൾ ആരാ അവനെ രക്ഷിക്കാൻ? അവന്റെ മനസ്സിൽ നിന്നും അവൻ എന്നെ അടിച്ചിറക്കിയോ അന്നു മുതൽ ഞാൻ അവനെതിരെയുള്ള യുദ്ധം തുടങ്ങിയതാ. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. രക്ഷിക്കാൻ പറ്റുമെങ്കില് മാഡം ഒന്ന് രക്ഷിക്കേ. ഒരാണിനെ നശിപ്പിക്കാൻ പെണ്ണിന്റെ ഒരു വാക്ക് മതി എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു പോയി മോളെ. നീ ഇത്രയും നേരം കാണിച്ച് നിന്റെ തെരുവ് നാടകത്തിന്റെ ചുവട് പിടിച്ചാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ ലോകം നിന്നെ കല്ലെറിയും. പെൺവർഗത്തിന് തന്നെ ശാപമായി നാടിനും വീടിനും വേണ്ടാത്ത പരിഹാസപാത്രമായി നീ മാറും. അന്ന് നിന്റെ കൂടെ നിൽക്കാൻ നിന്റെ വീട്ടുകാര് പോലും ഉണ്ടാവില്ല. നന്നാവും പറ്റുമെങ്കിൽ നന്നാവ്, ഇല്ലെങ്കിലേ പരുന്തും കാലേ പോവും. പറഞ്ഞത് മനസ്സിലായില്ലേ? ആയുസ് എത്താതെ പരലോകത്തേക്ക് പോവെന്ന്.